ഹായ്, നമസ്കാരം. ഞാൻ പ്രദീപ്. വെൽക്കം ടു ഹൈമാസ് വിഷൻ. കഴിഞ്ഞ പ്രോഗ്രാമുകളിൽ ഡെയിലി ഇൻകം, വീക്ക്ലി ഇൻകം എങ്ങനെയാണ് കമ്പനി ഷെയർ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ് പ്രസന്റ് ചെയ്തത്. ഈ പ്രോഗ്രാമിൽ മന്ത്ലി ഇൻകം എങ്ങനെ ലഭിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിളായി നമ്മൾ മുൻപെടുത്തത് ഒരു ദിവസം 4000 ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് 4000 വോളിയം ഒരു ദിവസം ക്രിയേറ്റ് ചെയ്തു, 2 ബൂസ്റ്റർ മാച്ച് ചെയ്തപ്പോൾ നമുക്ക് അതിലൂടെ നേടാൻ കഴിഞ്ഞ ഇൻകം 2000 രൂപയാണ് ഡെയിലി ഇൻകമായി ലഭിച്ചത്. അത് തുടർച്ചയായ 30 ദിവസവും നടന്നപ്പോൾ ഒരു മാസം കൊണ്ട് ഡെയിലി ഇൻകം 60000 രൂപ നേടി. ഈ സെയിം ബിസിനസ് വോളിയം ഒരു ദിവസം 4000 വോളിയം എന്ന ക്രമത്തിൽ വന്ന് തുടർച്ചയായ 7 ദിവസം കൊണ്ട് ബിസിനസ് വോളിയം 28000 കമ്പനിക്ക് കൊടുത്തപ്പോൾ നമുക്ക് വീക്കിലി ഇൻകമായി 6760 രൂപയും ലഭിച്ചു. അങ്ങനെ തുടർച്ചയായ 4 ആഴ്ചകൾ കൊണ്ട് അത് 27040 രൂപ വീക്കിലിയിലും നേടി. അങ്ങനെ ഒരു മാസം കൊണ്ട് ഡെയിലിയിലൂടെയും വീക്കിലിയിലൂടെയും നമ്മൾ നേടിയത് 87040 രൂപ. ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് മുൻപ് ചെയ്ത പ്രോഗ്രാമിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ സെയിം ബിസിനസ് വോളിയം, അതായത് ആഴ്ചയിൽ 28000 ബിസിനസ് വോളിയം വെച്ചിട്ട് തുടർച്ചയായ 4 ആഴ്ചകളിൽ നമ്മൾ നേടിയപ്പോൾ അത് ടോട്ടൽ ബിസിനസ് വോളിയം ഒരു മാസത്തെ എടുത്താൽ 1,12,000 ബിസിനസ് വോളിയം ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഈ 1,12,000 ബിസിനസ് വോളിയം ഒരു മാസം കൊണ്ട് കമ്പനിക്ക് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് എത്രയാണ് മന്ത്ലി ഇൻകം അതിലൂടെ നേടാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കമ്പനി നമുക്ക് തരുന്ന മന്ത്ലി ഇൻകം എത്രയാണ്, അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മാസം കൊണ്ട് നമ്മൾ മുൻപ് പറഞ്ഞ പ്രകാരം 1,12,000 ബിസിനസ് വോളിയം തന്നെ ഞാൻ വീണ്ടും എക്സാമ്പിൾ എടുക്കുകയാണ്. ഈ 1,12,000 ബിസിനസ് വോളിയം കൊടുത്തപ്പോൾ അതിലൂടെ കമ്പനി നമുക്ക് എങ്ങനെയാണ് മന്ത്ലി ഇൻകത്തിന്റെ കാൽക്കുലേഷൻ, അതെങ്ങനെയാണ് ഷെയർ ചെയ്യുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നമുക്കൊരു സ്ലാബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കമ്പനി നമുക്കത് നൽകുക. ആ സ്ലാബ് എപ്രകാരമാണ് കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ 1ലും 2ലും 2500 ബിസിനസ് വോളിയം മാച്ച് ചെയ്തപ്പോൾ നമ്മുടെ ടൈറ്റിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ടൈറ്റിൽ അവിടെ ആരംഭിക്കുന്നത് ബ്രോൺസിൽ നിന്നുമാണ്. 2500 വോളിയം മാച്ച് ചെയ്യിപ്പിച്ച് ബ്രോൺസ് ടൈറ്റിൽ അച്ചീവ് ചെയ്താൽ നമുക്കവിടെ ഒരു ബ്രോൺസ് പോയിന്റ് ആണ് ലഭിക്കുക. ഒരു പോയിന്റിന് കമ്പനി ഒരു ഇൻഡെക്സ് വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 140 രൂപയാണ് ഒരു ബ്രോൺസ് പോയിന്റിന്റെ വാല്യൂ. അത് 10,000 ബിസിനസ് വോളിയമായി നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചാൽ, ടീമിൽ നിന്ന് വരുന്ന വോളിയം 10,000 വോളിയമായി വർദ്ധിപ്പിച്ചാൽ നമ്മൾ സിൽവർ ചാമ്പ്യൻ എന്നൊരു ടൈറ്റിൽ അച്ചീവ് ചെയ്യുന്നു. അവിടെയും ഒരു പോയിന്റിന് നമുക്ക് 380 രൂപയാണ് കമ്പനി ആക്ച്വലായിട്ട് തന്നിരിക്കുന്ന ഇൻഡെക്സ് വാല്യൂ. ഞാൻ അതിനെ റൗണ്ട് ചെയ്ത് 400 രൂപ എന്നെടുക്കുകയാണ്. കാൽക്കുലേഷന് വേണ്ടിയുള്ള എളുപ്പത്തിനാണ് റൗണ്ട് ഓഫ് ചെയ്ത് അത് 400 ആക്കിയത്. 25,000 വോളിയം മാച്ച് ചെയ്തപ്പോൾ നമ്മുടെ ടൈറ്റിൽ അവിടെ ഗോൾഡ് ചാമ്പ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗോൾഡ് ചാമ്പ്യൻ ആയാൽ ഒരു പോയിന്റിന്റെ ഇൻഡെക്സ് വാല്യൂ നമുക്ക് ലഭിക്കുക 750 രൂപയാണ്. അത് 50,000 വോളിയമായി ഉയർത്തുമ്പോൾ നമ്മുടെ ടൈറ്റിൽ അവിടെ ജമ്പ് ആവുന്നു. പ്ലാറ്റിനം ടൈറ്റിൽ അച്ചീവ് ചെയ്താൽ ഒരു പോയിന്റിന്റെ വാല്യൂ 1000 രൂപയാണ്. അതുപോലെ തന്നെ 1,00,000 വോളിയം മാച്ച് ചെയ്താൽ നമ്മുടെ ടൈറ്റിൽ അവിടെ ടോപ്പാസ് ടൈറ്റിൽ എത്തിയപ്പോൾ ഒരു പോയിന്റിന്റെ ഇൻഡെക്സ് വാല്യൂ 1700 രൂപയായി വർദ്ധിക്കുന്നു. 2,50,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്താൽ നമ്മുടെ ടൈറ്റിൽ അവിടെ ജംബിയാണ്. ഡയമണ്ട് എന്ന് പറഞ്ഞൊരു ടൈറ്റിലേക്ക് നമുക്ക് എത്താം. ഒരു പോയിന്റിന്റെ ഇൻഡെക്സ് വാല്യൂ 4800 രൂപയാണ്. അങ്ങനെ
5 ലക്ഷം വോളിയം മാച്ച് ചെയ്യിപ്പിച്ചാൽ നമ്മൾ അറിയപ്പെടുന്നത് ബ്ലൂ ഡയമണ്ട് എന്നാണ്. ബ്ലൂ ഡയമണ്ട് ആയാൽ നമ്മുടെ ഒരു പോയിന്റിന്റെ ഇൻഡെക്സ് വാല്യൂ 8500 രൂപയാണ്. ഇപ്രകാരം ഉള്ള ഇത്രയും ടൈറ്റിലുകളുടെ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടാണ് കമ്പനിയുടെ കംപ്ലീറ്റ് മന്ത്ലി ഇൻകത്തിന്റെയും കാൽക്കുലേഷൻ വരുന്നത്. ഇങ്ങനെ എത്ര വോളിയം മാച്ച് ചെയ്യുന്നുണ്ടോ ആനുപാതികമായി സ്ലാബ് വെച്ചിട്ടാണ് കമ്പനിയുടെ മന്ത്ലിയിലെ കംപ്ലീറ്റ് കാൽക്കുലേഷനും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം ഒരു മാസം കൊണ്ട് കമ്പനിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1,12,000 ബിസിനസ് വോളിയമാണ്. അപ്പൊ ഈ ഒരു 1,12,000 ബിസിനസ് വോളിയം നമ്മൾ കമ്പനിക്ക് കൊടുത്തപ്പോൾ ബ്രോൺസ് ടൈറ്റിലുകാർക്ക് മാറ്റി വെച്ചിരിക്കുന്ന പെർസെന്റേജ്, ബിസിനസ് വോളിയത്തിന്റെ പെർസെന്റേജ് പരിശോധിച്ചാൽ 18 സിൽവർ ചാമ്പ്യൻ എന്ന ടൈറ്റിലുകാർക്ക് മാറ്റി വെച്ചിരിക്കുന്നത് 9%, ഗോൾഡ് ചാമ്പ്യൻ 6%, അതുകൂടാതെ പ്ലാറ്റിനം ടൈറ്റിലിന് വേണ്ടി കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത് 4% ആണ് ബിസിനസ് വോളിയത്തിന്റെ. ടോപ്പാസിനും 4%, കൂടാതെ ഡയമണ്ടിനും അതുപോലെ തന്നെ 3% ആണ്. കൂടാതെ 2% ബ്ലൂ ഡയമണ്ട് ടൈറ്റിലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്രകാരമുള്ള പെർസെന്റേജിനെ ഇൻഡെക്സ് വാല്യൂ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ ടൈറ്റിലും ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് മാറ്റി വെച്ചിരിക്കുന്നു. ആ ടൈറ്റിലിനെ വെച്ചിട്ട് കംപ്ലീറ്റ് കാൽക്കുലേഷനും വരികയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രോൺസ് എന്ന് പറയുന്ന ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ വേണ്ട വോളിയം 2500 വോളിയമാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 1,12,000 ബിസിനസ് വോളിയം ഉണ്ട്. അപ്പോൾ ഇവിടുന്നും ഈ 1,12,000 ബിസിനസ് വോളിയത്തിൽ എത്ര പ്രാവശ്യം 2,500 വോളിയം ഉൾപ്പെട്ടിട്ടുണ്ട്, അതായത് ബ്രോൺസിന്റെ വോളിയം ഉൾപ്പെട്ടിട്ടുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഒരു മാസം കൊണ്ട് നമ്മൾ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് 1,12,000 ബിസിനസ് വോളിയം ആണല്ലോ. ഈ 1,12,000 ബിസിനസ് വോളിയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്കിവിടെ നോക്കാം. 2,500 വോളിയം ഒരു മാസം കൊണ്ട് ഓർഗനൈസേഷൻ 1 നിന്നും 2 നിന്നും വന്നാൽ മതി. അത് ജോയിനിങ്ങിലൂടെ വരുന്ന ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാക്കേജുകൾ വാങ്ങുന്ന ബിസിനസ് ആയിക്കോട്ടെ, കൂടാതെ റീപർച്ചേസ് ചെയ്യുന്ന വോളിയം ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ ഓർഗനൈസേഷൻ 1 നിന്നും 2 നിന്നും വരുന്ന വോളിയം 2,500 മാച്ച് ചെയ്താൽ നമ്മുടെ ടൈറ്റിൽ ബ്രോൺസ് ആണ്. ആ ബ്രോൺസ് ടൈറ്റിലുകാർക്ക് കമ്പനി എത്ര പെർസെന്റേജ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ബ്രോൺസ് ലെവലിൽ നിന്നും ഇവിടെ നമുക്ക് മന്ത്ലി ഇൻകം ലഭിക്കുക. ഈ ഒരു സ്ലാബിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഇതിൽ ആദ്യത്തെ ടൈറ്റിൽ ബ്രോൺസ് ആണ്. ആ ബ്രോൺസിൽ നിന്നും ആരംഭിച്ച് ഈ ഒരു കമ്പനി കൊടുത്തിരിക്കുന്ന വോളിയം നമ്മൾ 1,12,000 ആണെങ്കിൽ ഈ ഒരു സ്ലാബിലെ നമ്മുടെ ടൈറ്റിൽ ടോപ്പാസ്. ആ ടോപ്പാസ് ടൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് മന്ത്ലി ഇൻകം ഈ വോളിയത്തിൽ നിന്ന് എത്ര ഏൺ ചെയ്യാൻ കഴിയും, അതിനൊരു കാൽക്കുലേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പെർസെന്റേജ് ഒന്ന് മാറ്റാം. ആ ഇൻഡെക്സ് വാല്യൂ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ പെർസെന്റേജ് ഞാൻ അടുത്തൊരു ചാർട്ട് നമുക്ക് ഏതൊക്കെ ടൈറ്റിലാണുള്ളത് എന്നുള്ളതിനെ പറ്റി വിശദീകരിക്കുമ്പോൾ ആ ടൈറ്റിനകത്തിൽ ആ പ്രോപ്പർ പെർസെന്റേജും നൽകാം. ഈ ഒരു സ്ലാബ് പ്രകാരമാണ് കംപ്ലീറ്റ് കാൽക്കുലേഷൻ നടക്കുക മന്ത്ലിയിലെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. ബ്രോൺസ് ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി വേണ്ട വോളിയം 2,500 ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം ടോട്ടൽ വോളിയം നമ്മൾ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് 1,12,000 ആണ്. ഈ 1,12,000 വോളിയത്തിലൂടെ മന്ത്ലിയിൽ എത്ര ഇൻകം ഏൺ ചെയ്യാം അത് നമ്മൾ നോക്കാം. അപ്പൊ അതിന് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ടൈറ്റിൽ ബ്രോൺസ് ആണ്. ബ്രോൺസ് വോളിയം 2,500 ആണ്. നമുക്ക് എത്ര ബ്രോൺസ് പോയിന്റുകൾ, ബ്രോൺസ് ടൈറ്റിൽ എത്ര ഇൻകം ഏൺ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. ടോട്ടൽ വോളിയത്തിൽ എത്ര പ്രാവശ്യം ബ്രോൺസിന്റെ വോളിയം ഉൾപ്പെട്ടിട്ടുണ്ട്? 2,500 വോളിയമാണ്. അപ്പോൾ ടോട്ടൽ വോളിയത്തെ ബ്രോൺസ് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1,12,000 എത്ര പ്രാവശ്യം 2,500 വോളിയം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അതിൽ 44 പ്രാവശ്യമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ടൈറ്റിൽ എടുത്ത് നോക്കാം. രണ്ടാമത്തെ ടൈറ്റിൽ എടുത്ത് നോക്കുമ്പോൾ രണ്ടാമത്തെ ടൈറ്റിൽ സിൽവർ ചാമ്പ്യൻ ആണ്. 10,000 വോളിയം. അപ്പോൾ ടോട്ടൽ വോളിയത്തെ 10,000 വോളിയം കൊണ്ട്, അല്ലെങ്കിൽ സിൽവർ വോളിയം കൊണ്ട്
ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര പ്രാവശ്യം 10,000 ഉൾപ്പെട്ടിട്ടുണ്ട്? നമുക്ക് കാണാം 11 പ്രാവശ്യമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ടൈറ്റിൽ ഗോൾഡ് ചാമ്പ്യൻ ആണ്, 25,000 വോളിയം. അപ്പോൾ ഈ വന്നിരിക്കുന്ന ടോട്ടൽ വോളിയത്തിൽ എത്ര പ്രാവശ്യം 25,000 വോളിയം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് 4 പ്രാവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത ടൈറ്റിൽ പ്ലാറ്റിനം വോളിയം എത്ര പ്രാവശ്യമാണ് നമ്മുടെ ടോട്ടൽ വോളിയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 2 പ്രാവശ്യമാണ്. അതുപോലെ തന്നെ ടോപ്പാസ്, നമ്മൾ ഈ ഒരു സ്ലാബ് പ്രകാരം കൊടുത്ത വോളിയം അനുസരിച്ച് ടോപ്പാസ് എന്ന ടൈറ്റിലാണ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പാസ് പോയിന്റ് ഇവിടെ നമുക്ക് ഏൺ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വരുന്ന ഇൻകം എത്ര? ഈ ഒരു ടൈറ്റിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന ടോപ്പാസ് ടൈറ്റിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന 1,12,000 വോളിയം കമ്പനിക്ക് കൊടുത്തപ്പോൾ നമുക്ക് ലഭിക്കുന്ന മന്ത്ലി ഇൻകം എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റുകൾ നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പോയിന്റുകളെ നമുക്ക് എന്താക്കി മാറ്റാം? ക്യാഷ് ആക്കി മാറ്റാം. അതിനുവേണ്ടി ഓരോ പോയിന്റിന്റെയും ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് നമുക്ക് പോയിന്റുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ബ്രോൺസ് പോയിന്റിൽ നിന്നും 6,160 രൂപ നേടാം. അതുപോലെ തന്നെ സിൽവർ ചാമ്പ്യൻ ഏൺ ചെയ്തിരിക്കുന്നത് 11 പോയിന്റുകളാണ്. 4,400 രൂപ അവിടുന്ന് ലഭിക്കും. കൂടാതെ നമുക്ക് ഗോൾഡ് ചാമ്പ്യൻ ലഭിച്ചിരിക്കുന്നത് 4 പോയിന്റുകളാണ്. 3,000 രൂപ അവിടുന്ന് നേടാം. ഒപ്പം നമുക്ക് പ്ലാറ്റിനം 1,002 പോയിന്റുകളാണ്. 2,000 രൂപ അവിടുന്ന് നമുക്ക് ക്യാഷ് നേടാം. 1,700 രൂപ ടോപ്പാസ്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ 17,260 രൂപയാണ് നമുക്ക് 1,12,000 വോളിയം കൊടുത്തപ്പോൾ കമ്പനിയിൽ നിന്നും മന്ത്ലി ഇൻകമായി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വന്നിരിക്കുന്ന 87,040 രൂപയോടൊപ്പം 17,260 രൂപയും കൂടെ ആഡ് ഓൺ ചെയ്തപ്പോൾ നമുക്ക് മന്ത്ലിയിലെ ടോട്ടൽ ബെനിഫിറ്റ്, മന്ത്ലിയിൽ ലഭിച്ച ടോട്ടൽ ബെനിഫിറ്റ് 1,04,300 രൂപയാണ്. ടോട്ടൽ നേടാൻ കഴിഞ്ഞത് 1,04,300 രൂപ. നമുക്കിനിയും മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഈ ഒരു സ്ഥാനത്ത് നമുക്ക് 1,12,000 എന്നുള്ള സ്ഥാനത്ത് നമ്മൾ കമ്പനിക്ക് ടോട്ടൽ കൊടുത്തിരിക്കുന്നത് ഒരു 5 ലക്ഷം വോളിയം. 5 ലക്ഷം വോളിയം നമ്മൾ കമ്പനിക്ക് കൊടുത്തു. അതിന് 5 ലക്ഷം വോളിയം മാച്ച് ചെയ്യിപ്പിച്ച് കൊടുത്തപ്പോൾ നമുക്ക് മന്ത്ലി എത്ര ഏൺ ചെയ്യാം? മന്ത്ലി ഇൻകവും വീക്ക്ലി ഇൻകവും ചേർത്തിട്ട് 5 ലക്ഷം വോളിയം കൊടുത്തപ്പോൾ ആ 5 ലക്ഷം വോളിയത്തിൽ എത്ര പ്രാവശ്യം 2,500 വോളിയം ഉൾപ്പെട്ടിട്ടുണ്ട്? 5 ലക്ഷം ഭാഗം 2,500 ബിസിനസ് വോളിയം. അപ്പൊ നമുക്ക് ലഭിക്കുന്നത് 200 ബ്രോൺസ് പോയിന്റുകളാണ്. 25,000 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 20 പോയിന്റുകളാണ്. അത് 50,000 വോളിയം അടങ്ങിയ പ്ലാറ്റിനത്തിന്റെ പോയിന്റുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 10 പ്ലാറ്റിനം പോയിന്റുകൾ. കൂടാതെ ടോപ്പാസ് റാങ്കിൽ നിന്നും നമുക്ക് നേടാൻ കഴിയുന്നത് 5 പോയിന്റുകളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഡയമണ്ട് എന്നുള്ള ടൈറ്റിൽ നിന്ന് നമുക്ക് നേടാൻ പറ്റുന്നത് 2 പോയിന്റുകളാണ്. ബ്ലൂ ഡയമണ്ടിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയുന്നത് 1 പോയിന്റാണ്. ഇങ്ങനെ 5 ലക്ഷം വോളിയം നമ്മൾ കമ്പനിക്ക് കൊടുത്താൽ നമ്മുടെ ടൈറ്റിൽ അറിയപ്പെടുന്നത് ബ്ലൂ ഡയമണ്ട് എന്നാണ്. ബ്ലൂ ഡയമണ്ട് ടൈറ്റിൽ നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് എത്ര മന്ത്ലി ഇൻകം ലഭിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ 200 ബ്രോൺസ് പോയിന്റുകൾ നേടിയപ്പോൾ അതിലൂടെ ലഭിക്കുന്നത് 140 × 200 നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് 28,000 രൂപയാണ്. അതുകൂടാതെ സിൽവർ ചാമ്പ്യനിൽ നിന്നും 50 പോയിന്റ് ലഭിച്ചു. ഒരു പോയിന്റ് ഇൻഡെക്സ് വാല്യൂ 400 ആണെങ്കിൽ 20,000 രൂപ അവിടുന്ന് ലഭിക്കും.
കൂടാതെ നമുക്ക് ഗോൾഡ് പോയിന്റുകൾ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത് 20 ആണ്. അപ്പോൾ ഒരു പോയിന്റിന്റെ ഇൻഡെക്സ് വാല്യൂ 750. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 15,000. കൂടാതെ പ്ലാറ്റിനം പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നത് 10 ആണ്. അവിടുന്ന് നമുക്ക് ലഭിക്കുന്നത് 10,000 രൂപ. ടോപ്പാസ് പോയിന്റ് നേടിയിരിക്കുന്നത് 5 ആണ്. ഒരു പോയിന്റ് ഇൻഡെക്സ് വാല്യൂ 1700 ആണെങ്കിൽ 8,500 രൂപ അവിടുന്ന് നേടാം. ഡയമണ്ട് പോയിന്റുകൾ നേടിയിരിക്കുന്നത് 2 ആണ്. ഒരു പോയിന്റ് ഇൻഡെക്സ് വാല്യൂ 4,800 ആണെങ്കിൽ 9,600 രൂപ അവിടുന്ന് നേടും. കൂടാതെ ബ്ലൂ ഡയമണ്ട് പോയിന്റ് നേടിയിരിക്കുന്നത് 1 ആണ്. ഒരു പോയിന്റ് ഇൻഡെക്സ് വാല്യൂ 8,500 രൂപ. അങ്ങനെ ടോട്ടൽ 99,600 രൂപയാണ് മന്ത്ലി ഇൻകം ലഭിക്കുക. 5 ലക്ഷം വോളിയം കൊടുത്തപ്പോൾ മന്ത്ലി ഇൻകം മാത്രം 99,600 രൂപ പ്ലസ് ഡെയിലി ഇൻകവും വീക്കിലി ഇൻകവും കൂടെ ചേർത്ത് നോക്കിയാൽ മുൻപ് പറഞ്ഞ പ്രകാരം ഒരു ദിവസം 2,000 രൂപ എന്ന ക്രമത്തിൽ 30 ദിവസങ്ങൾ കൊണ്ട് 60,000 രൂപ. 5 ലക്ഷം വോളിയം കമ്പനിക്ക് കൊടുത്തപ്പോൾ നമുക്ക് കമ്പനി തരിക 43,000 രൂപ വീക്കിലി ഇൻകം. അതിനോടൊപ്പം നമ്മൾ 99,600 രൂപയും കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ 2,02,600 രൂപ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ കഴിയുന്നു. ചിന്തിക്കുക, നമ്മൾ കൊടുത്ത 5 ലക്ഷം ബിസിനസ് വോളിയം, 5 ലക്ഷം ബിസിനസ് വോളിയത്തിലൂടെ നമ്മൾ നേടിയിരിക്കുന്നത് 2,02,600 രൂപ നേടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാന്റെ പവർ ചിന്തിക്കുക. നമ്മുടെ ലൈഫിലെ ഏത് സ്വപ്നങ്ങളും സഫലീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ഇൻകം നമുക്ക് ഹാപ്പി ഹെൽത്തിലൂടെ അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഈ 5 ലക്ഷം എന്ന വോളിയത്തിന്റെ സ്ഥാനത്ത് 5 കോടി വോളിയം ആണെങ്കിൽ അല്ലെങ്കിൽ 50 കോടി വോളിയം ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇൻകം ക്രോർസ് എത്ര വേണമെങ്കിലും ആവാം. ഇതിലൂടെ നമുക്ക് വലിയ വിജയം, ഹാപ്പി ഹെൽത്തിലൂടെ വലിയ വിജയം നമുക്ക് നേടാം. ഹാപ്പി ഹെൽത്തിന്റെയിൽ ഏതൊക്കെ ടൈറ്റിലുകളാണ് കമ്പനി അവാർഡ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് എങ്ങനെ നേടുവാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു PDF പ്രസന്റേഷനോട് ഞാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം. ഹാപ്പി ഹെൽത്തിന്റെ അവാർഡ് ചെയ്യുന്ന ഡെസിഗ്നേഷൻ ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2,500 വോളിയം മാച്ച് ചെയ്യുമ്പോൾ ബ്രോൺസ് ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ കഴിയും. അത് 10,000 വോളിയമായി മാറുമ്പോൾ സിൽവർ ചാമ്പ്യൻ, 25,000 വോളിയമായി മാറുമ്പോൾ ഗോൾഡ് ചാമ്പ്യൻ, 50,000 വോളിയം പ്ലാറ്റിനം, 1,00,000 വോളിയം ടോപ്പാസ്, 2,50,000 വോളിയം ഡയമണ്ട്, 5 ലക്ഷം വോളിയം എത്തിയാൽ മതി നമുക്ക് ബ്ലൂ ഡയമണ്ട് എന്ന് പറഞ്ഞ ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ. അത് 10 ലക്ഷം വോളിയത്തിലേക്ക് എത്തിയാൽ ബ്ലാക്ക് ഡയമണ്ട് പ്ലസ് ഒരു ഗോവ ടൂർ നമുക്ക് ലഭിക്കും. 25 ലക്ഷം വോളിയം മാച്ച് ചെയ്യുമ്പോൾ റോയൽ ഡയമണ്ട്, അതുപോലെ കപ്പിളിന് ഗോവ ട്രിപ്പ് ലഭിക്കും. 50 ലക്ഷം വോളിയം മാച്ച് ചെയ്യുമ്പോൾ അംബാസിഡർ പ്ലസ് ക്രൂയിസിലൊരു ട്രിപ്പ് ലഭിക്കും. 1 കോടി വോളിയം മാച്ച് ചെയ്യുമ്പോൾ റോയൽ അംബാസിഡർ, കപ്പിളിന് ക്രൂയിസിലൊരു ട്രിപ്പ് ലഭിക്കും. 2.5 കോടി വോളിയം മാച്ച് ചെയ്യുമ്പോൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ അച്ചീവ് ചെയ്യാം. തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പും ലഭിക്കും. 5 കോടി വോളിയം മാച്ച് ചെയ്താൽ ക്രൗൺ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ അച്ചീവ് ചെയ്യാം. ദുബൈയിലേക്ക് ഒരു ട്രിപ്പ് ലഭിക്കും. 10 കോടി വോളിയം മാച്ച് ചെയ്താൽ മതി കമ്പനിയുടെ ഏറ്റവും ഹയസ്റ്റ് റാങ്കായ ഡബിൾ ക്രൗൺ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ ലഭിക്കാൻ. ഒപ്പം കപ്പിളായിട്ട് ദുബൈയിലേക്ക് ഒരു ട്രിപ്പ് ലഭിക്കും. അപ്പോൾ ഇവിടെ ഏതൊരു സാധാരണക്കാരനും വലിയ വിജയം നേടുവാനുള്ള ഒരു അവസരമാണ് ഹാപ്പി ഹെൽത്തിന് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, ഏറ്റെടുക്കുക, പ്രവർത്തിക്കുക. ഹാപ്പി ഹെൽത്തിന്റെ വിജയിക്കാനായി ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൃത്യമായ സമയത്ത് അത് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവരും വലിയ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ജയ്.